പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സദൃശവാക്യം 12-ാം അധ്യായം എന്റെ 25-ാമത്തെ വാക്യം. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ഇടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം ആവർത്തിച്ച് വായിക്കുന്നു. മനോവ്യസന ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു എന്ന് സദൃശവാക്യത്തിൽ നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേ? അപ്പം മനോവ്യസന ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു എന്നുള്ള ആ വചനം എല്ലാ കാലഘട്ടത്തിലും സകല മനുഷ്യരും ബാധിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യർക്ക് എന്തെങ്കിലും മനോവ്യസനം അല്ലെങ്കിൽ മാനസികമായി എന്തെങ്കിലും തകർച്ചയുടെ നിലവിലിരിക്കുമ്പോൾ ഒരാശ്വാസത്തിന്റെ വാക്ക് പറയാൻ ആരും തുനിയാതെ നമ്മെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളായിരിക്കും പലപ്പോഴും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അത് വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഭാരപ്പെട്ടും മനകലങ്ങിയിരിക്കുമ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞൊരു ആശ്വാസം തരുന്നതിനേക്കാൾ പലരും നമ്മെ വേദനിപ്പിച്ചിട്ടുള്ള അനുഭവമുണ്ട്. നിങ്ങളിൽ പലരും അങ്ങനെ നിങ്ങളുടെ സങ്കടങ്ങളിൽ ദുഃഖങ്ങളുടെ നിലവില് നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് വീണ്ടും നിങ്ങളെ കുറ്റപ്പെടുന്ന അനവധി ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലേ? ഈ വചനം നമുക്ക് അതിനൊരു ബലമായിട്ട് തരികയാണ്. പ്രൈസ് ലോർഡ്. അപ്പം മനോവ്യസനം എന്നത് വിശ്വാസത്തിന്റെ പരമ വിരോധിയാണ്. പ്രൈസ് ലോർഡ്. അപ്പം മനോവ്യസനവും വിശ്വാസവും തമ്മിലൊരു പോരാട്ടമാണ്. അഥവാ മനോവ്യസനം അഥവാ വിഷാദ രോഗം എന്നൊക്കെ പറയാം. അപ്പം മനോവ്യസനം എന്ന് പറയുന്നതും വിഷാദം എന്ന് പറയുന്നതും വിശ്വാസത്തുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തെയാണ് നമ്മൾ ജയിക്കേണ്ടത്. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ പറയാൻ തന്നെ കാരണം മനോവ്യസന ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. ഏതെല്ലാം തരത്തിൽ നിന്നെ തകർക്കുവാൻ പിശാചിന് കഴിയുമോ ആ വിധത്തിലെല്ലാം പിശാച് പോരാടും. ഒരുപക്ഷെ നിങ്ങൾ അറിയാത്ത കാര്യം പോലും നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് കെട്ടിച്ചമച്ച് നിങ്ങളുടെ മേൽ കഥയുണ്ടാക്കി നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ അപമാനപ്പെടുത്തുന്ന അനവധി കാര്യങ്ങൾ കടന്നു വരാം. അങ്ങനെ വരുന്ന സാഹചര്യം നിങ്ങൾ വളരെ മനോവ്യസനം അല്ലേറിയ വിഷാദ രോഗം അങ്ങനെയൊക്കെ നിങ്ങൾ തകർന്ന സാഹചര്യങ്ങളുടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ വിശ്വാസത്താലെ പോരാടി ജയിക്കണം, രക്തം ചെയ്യണം. അല്ലേലിയ. അപ്പം വിശ്വാസവും മനോവ്യസനവുമായി അഥവാ വിഷാദവുമായി പോരാടി ജയിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യന് നല്ലൊരു വാക്ക് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മനുഷ്യന് നല്ല വാക്ക് നമ്മൾ പ്രതീക്ഷിച്ചാൽ നമ്മൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. മനുഷ്യൻ എന്താ പറയുന്നതെന്ന് നമുക്കറിയില്ല. അല്ലേരിയ. എന്നെ കേൾക്കുന്ന മാതാപി പിതാവി സഹോദരൻ, നിനക്കൊരു വീഴ്ച വരുമ്പോഴാണ് നിന്റെ കുറവുകൾ മുഴുവൻ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാനത് പറയുന്നത്. അല്ലേരിയ. നിന്റെ പരാജയം കാണുമ്പോൾ നിനക്കെതിരെ എന്തെല്ലാം ആയുധം എടുക്കാമോ ആയുധമെല്ലാം എടുത്ത് ഞാൻ നിനക്കെതിരെ പോരാടും. അതാണ് ലോകം എന്ന് പറയുന്നത്. അല്ലേരിയ. പ്രൈസ് ലോർഡ്. അതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ മനോവ്യസനം കാരണം നമ്മൾ മനസ്സിടിയാതെ വിശ്വാസത്തലെ പോരാടി ജയിക്കാൻ കഴിയണം. അല്ലേ? എന്റെ സുവിശേഷ വേലയിൽ ഞാൻ പല ആളുകളുമായി സംസാരിക്കുമ്പോൾ, പല ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ, പലരുമായിട്ടും സുവിശേഷം പങ്കുവെക്കുമ്പോൾ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മനോവ്യസനം എന്നുള്ളത് പല ഭവനത്തിലെ സഹോദരിമാർക്ക് അത് വലിയ ബാധകമാണ്. അല്ലേ? അപ്പം മനോവ്യസനം എന്ന് പറയുന്ന ആ വലിയ വെല്ലുവിളി, അല്ലേ, അത് സാത്താനാൽ ഒരുക്കപ്പെടുന്ന ഒരു വെല്ലുവിളിയാണ്. അല്ലേ? സാത്താൻ നിന്നെ ഏതു വിധത്തിലാണ് മനോവ്യസനത്തിലേക്ക് കൊണ്ടുവന്ന് അത് വലിയ വിഷാദത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു വിഷാദ രോഗിയാക്കി മാറ്റി നിന്നെ എവിടെങ്കിലും ഒതുക്കാൻ ശ്രമിക്കും. പ്രൈസ് ലോർഡ്. അങ്ങനെ ഒതുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം
സാഹചര്യത്തിൽ ഇത് കുടുംബത്തിനകത്തും വ്യാപരിക്കും. കുടുംബത്തിനകത്ത് കുടുംബത്തിനകത്തുനിന്ന് പരസ്പരമുള്ള വെല്ലുവിളികൾ മുഖാന്തരം മനോവ്യസനം വന്നിട്ട് ഇരിക്കും. അമേലിയ ഭർത്താവ് ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ഭാര്യയ്ക്ക് എന്ത് സന്തോഷമാണ്. ഭാര്യ ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ഭർത്താവിന് എന്ത് സന്തോഷമാണ്. അപ്പനും അമ്മയും മക്കളോട് ഒന്നിച്ചു കൂടുന്നിടത്ത് പരസ്പരം കുറ്റപ്പെടുത്താതെ നല്ല വാക്ക് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ്. അവിടെ ദൈവസാന്നിധ്യമാണ്. അല്ല കുറ്റപ്പെടുത്തലുകൾ മാത്രമാണെങ്കിൽ അല്ലേലിയ അവിടെ ഒരു സമാധാനമില്ല. രക്തം ചെയ്യണം അല്ലേ. നിസ്സാര കാരണങ്ങൾക്ക് പോലും ഭവനത്തിനകത്ത് പ്രശ്നമുണ്ടാകും അല്ലേലിയ. ഒരുപക്ഷെ രാപകലില്ലാതെ പണിയെടുക്കുന്ന സഹോദരിമാർ. ഇപ്പൊ സഹോദരന്മാർ പണിയെടുക്കുന്നുണ്ട്. സഹോദരന്മാരുടെ വീട്ടിലെ പണി സഹോദരിമാരുടെ വീട്ടിലെ പണി രണ്ടും രണ്ടാണ്. സഹോദരന്മാർ പുറത്തു പോയി പണിയെടുക്കുന്ന പണി ഏകദേശം ഇന്നത്തെ സഹോദരിമാരും ചെയ്യുന്നുണ്ട്. എല്ലാ മേഖലയിലും തൊഴിൽ മുന്നേറാൻ ശ്രമിക്കുക. എന്നാൽ സഹോദരിമാർ ഭവനത്തിൽ ചെയ്യുന്ന തൊഴിലുകൾ സഹോദരന്മാർ വീട്ടിൽ ചെയ്യാൻ ശ്രമിച്ചാൽ പരാജയപ്പെടും. എല്ലാവരും ഒന്നും ചെയ്യത്തില്ല. പാലയിൽ നിങ്ങൾ പഠിച്ചു നോക്കിയിട്ട് ചുരുക്ക സഹോദരന്മാർ മാത്രമേ ഒരു സഹോദരി വീട്ടിൽ ചെയ്യുന്ന പണികൾ പൂർത്തീകരിക്കാൻ ചെയ്ത് അതേ വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ല അവരിടയ്ക്ക് വെച്ചിട്ടേച്ചു പോകും അല്ലേ. അങ്ങനെ രാപകലില്ലാതെ വീട്ടിൽ പണിയെടുക്കുന്ന സഹോദരിമാരോട് നല്ല വാക്ക് ഭർത്താക്കന്മാർ പറയുകയാണെങ്കിൽ അല്ലേ അവർക്കൊരാശ്വാസമാണ്. ഇനി അതുപോട്ട് നിങ്ങൾ രോഗത്തിന്റെ തലയിൽ, പ്രയാസത്തിന്റെ തലയിൽ, പ്രതിസന്ധികളിൽ, തകർച്ചയുടെ തലയിൽ, സാമ്പത്തിക ഞെരുക്കത്തിന്റെ തലയിൽ കടക്കണിയിലൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഞാനൊരു നല്ല വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്കൊരാശ്വാസമാണ്. അതിന് ഞാൻ നല്ല വാക്ക് പറയാതെ നിങ്ങളെ വേദനിപ്പിക്കുകയാണെങ്കിലോ നിങ്ങൾ വീണ്ടും വിഷാദ രോഗത്തിലേക്ക് മാറും. ഈ ലോകത്തിന്റെ ചരിത്രമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സദൃശ്യവാക്യത്തിൽ നമ്മൾ പറയുന്ന ഈ വചനം മനോവ്യസനഹേതുവായി മനുഷ്യന്റെ മനസ്സിലിരുന്നു. ഭക്തനായ ഇയ്യോബിനെ കുറിച്ച് നമുക്കറിയാം. ഇയ്യോബിന്റെ ജീവിതത്തിൽ തന്റെ ആടുമാട്, കന്നുകാലികൾ, തന്റെ സമ്പത്ത്, 10 മക്കളും നശിച്ചു. ഇയ്യോബിന്റെ ശരീരം മുഴുവൻ വ്രണം പിടിച്ചു, പുഴുവരിക്കാൻ തുടങ്ങി. വേദനയുടെ നടുവിൽ, ദുഃഖത്തിന്റെ നടുവിൽ കണ്ണുനീരോടെ കടന്നുപോവുകയാണ്. ഓട്ടുകഷ്ണം കൊണ്ട് ദേഹത്തെ പുഴുവിനെ ചുരണ്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 10 മക്കൾക്ക് ജന്മം കൊടുത്ത 10 മക്കളെ ഉദരത്തിൽ വഹിച്ചവൾ, 10 മക്കൾക്ക് ഉദരത്തിൽ സ്ഥാനം കൊടുത്ത് ഇയ്യോബിന്റെ കൂടെ നിന്ന ഇയ്യോബിന്റെ ഭാര്യ അല്ലേലിയ, അവൾ ഓടി വന്നിട്ട് എന്താ ഇയ്യോബിനോട് പറഞ്ഞേ? ഇനി നീ ദൈവഭക്തി മുറുകെ പിടിക്കാതെ നീ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് നീ മരിച്ചു കളയണം. നിന്നെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ട. കാരണം നീ രോഗി, പുഴുവരിച്ചാ നിന്റെ ശരീരം. കണ്ടോ, മനോവ്യസനത്തോടു കൂടി ഇരിക്കുന്ന ഇയ്യോബിനോട് തന്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ അല്ലേ. എന്ന ഒരു നല്ല വാക്ക് തന്റെ ഭർത്താവിനോട് പറഞ്ഞു. ഇത്രയും കാലം ഈ 10 മക്കളെ പോറ്റി വളർത്തി ഇവളെ സംരക്ഷിച്ച് ഈ ഭർത്താവ് ഒരു രോഗശൈലിയിലായപ്പോ ഒരു നല്ല വാക്ക് അയ്യോബിനോട് പറഞ്ഞതെങ്കിൽ ആ ഭക്തന്റെ മനസ്സിനൊരു കുളിർമയുണ്ടായേനെ. പക്ഷെ അത് അവൾ പറഞ്ഞില്ലെന്നുള്ളതാ. ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യർക്കും ആ ഇയ്യോബിന്റെ ആ ജീവിതം ഒരു പാഠമാണെന്നേ അല്ലേ. നമ്മളതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഈ മനോവ്യസന ഹേതുവായി മനുഷ്യന്റെ മനസ്സിലിരിക്കുന്ന ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്ന എഴുതി വച്ച വചനം വെറും ഒരു പോഷ്കല്ല, യഥാർത്ഥത്തിൽ സത്യവചനമാണ്. ആ വചനത്തിനകത്ത് ജീവനാണ് അല്ലേ. അവിടെ നിങ്ങൾ ഭാരപ്പെടരുത് കേട്ടോ. രക്തം ചെയ്യും. ഞാനിങ്ങനെയുള്ള ഒരുപാട് പാതയിലൂടെ കടന്നു പോകാറുണ്ട് പലപ്പോഴും അല്ലേ. ചെയ്യാത്ത കാര്യങ്ങൾ, പറയാത്ത കാര്യങ്ങൾക്ക് പറഞ്ഞു എന്നും ചെയ്തു എന്നും ഒക്കെ പറഞ്ഞ് നമ്മെ അപമാനത്തിലാക്കുന്ന അനവധി ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് മനോവ്യസനം ഉണ്ടാകും. പക്ഷെ ഞാൻ മനോവ്യസനം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞൊരു പോരാട്ടമാണ്. പക്ഷെ എൻ്റെ ഉള്ളിലുള്ള വിശ്വാസം കൊണ്ട് ഞാൻ ആ മനോവ്യസനത്തെ പോരാടി ജയിക്കും. അതുകൊണ്ട് ഇന്ന് പകരം ഈ വചനം കേട്ടുകൊണ്ട് ഈ ശ്രോതാവ് നിനക്ക് ഇങ്ങനെയുള്ള സാഹചര്യം കടന്നു വരുമ്പോൾ അവരത് പറഞ്ഞു, അവളത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്നൊന്നും നീ പറഞ്ഞ് നടക്കണ്ട. നിന്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്താൽ നീ ആ പൈശാചികത്വത്തെ ജയിക്കണം അല്ലേ. അതിനു വേണ്ടിയിട്ടല്ലേ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് അല്ലേലിയ. കർത്താവ് നമുക്ക് കാര്യസ്ഥനെ തന്നിരിക്കുന്നത് തന്നെ നമ്മൾ മനോവ്യസനമായിട്ടിരിക്കുമ്പോൾ അല്ലേലിയ നമുക്കതിൽ നിന്ന് ജയം പ്രാപിക്കാൻ വേണ്ടിയാ അല്ലേലിയ. അപ്പൊ ശിഷ്യന്മാർ അല്ലേലിയ വിഷാദ രോഗത്താൽ തകർന്ന സന്ദർഭമുണ്ട്. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ വിഷാദ രോഗത്താൽ തകർന്നു പോയ അനുഭവം വേദപുസ്തകത്തിൽ കാണാൻ കഴിയും അല്ലേലിയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമാണ്.
അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന്. ഹല്ലേലൂയ. വളരെ ഈ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യമാണ്. ശിഷ്യന്മാർ പോലും മനോവ്യസനത്താൽ, വിഷാദ രോഗത്താൽ മാനസികമായി തകർന്നു പോയെങ്കിൽ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ, അത് യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരടക്കം ആ വിഷാദ രോഗത്തിലേക്ക് പോയെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥിതി നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ടെ. പ്രൈസ്. അവരോടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അല്ലേ? സ്തോത്രം. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ ഈ വാക്യം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പം ഒരു പുള്ളി എന്നെ വളരെ ചോദ്യം ചെയ്തു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞപ്പം അദ്ദേഹം വളരെ ചോദ്യം ചെയ്തു. അദ്ദേഹം നിരീശ്വരവാദിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ഞാൻ മറുപടി പറയാൻ പോയില്ല. കാരണം അവരോടൊക്കെ മറുപടി പറയാൻ പോയാൽ നമ്മുടെ സമയം നഷ്ടപ്പെടും. അങ്ങനെയുള്ളൊരു ഒരുപാട് പേരുണ്ട്. അവരോട് മറുപടി പറയാൻ നിൽക്കുകയും ചെയ്യരുത്. എല്ലാവരെയും. അപ്പം യേശു പറയുകയാണ്, ശിഷ്യന്മാർ തകർന്ന അവസ്ഥയിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം അവരെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്ന ആശ്വാസ വാക്കുകൾ ഹൃദയം കലങ്ങിയിരുന്ന ശിഷ്യന്മാർക്കൊരു ആശ്വാസമായി. ഹൃദയം കലങ്ങിപ്പോകുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ ചിന്തിക്കുന്നത്? നമുക്കറിയാം, ഇപ്പൊ ഈ മഴക്കാലമൊക്കെ ആയി വരുമ്പോൾ ഉരുൾപൊട്ടലുകളും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഈ നല്ല ത്രാമഴയൊക്കെ ഇടിച്ചു കുത്തി പെയ്ത് കല്ലുരുട്ടി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും, കല്ലുരുട്ടി കുറുത്തോട്ടി വരിക്കുക എന്നൊക്കെ പറയുന്ന മഴയുണ്ട്. കാരണം കുറുത്തോട്ടി എന്നൊക്കെ പറയുന്നത് അതൊരു മരുന്ന, പച്ച ഔഷധമാണ്. അതിന്റെ വേരൊക്കെ പാറയിടുക്കിലും അതിന്റെ വേരൊക്കെ മണ്ണിലേക്ക് താഴ്ന്നു കിടക്കാതെ വലിച്ചുകൂടി പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. വലിയ കല്ലുകളൊക്കെ മഴവെള്ളം ഉരുട്ടിക്കൊണ്ട് വരുവാന്ന് പറഞ്ഞാൽ അതിന് ഗ്രാമാസിലെ മഴയ്ക്ക് പറയുന്നത് കല്ലുരുട്ടി കുറുന്തോട്ട് പറിക്കുക എന്നൊക്കെ പഴമക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടൊക്കെ എന്ത് പറയുന്നത് എനിക്കറിയില്ല. അങ്ങനെയുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ കുത്തി ഒഴുകി വരുന്ന മലവെള്ളപ്പാച്ചിന് പോലെയുള്ള പ്രതിസന്ധികൾ ശിഷ്യന്മാരുടെ മനസ്സിൽ തളം കെട്ടിക്കാണും. ഹൃദയം കലങ്ങിപ്പോകരുതെന്ന്. ഇത് കലങ്ങി പറഞ്ഞാൽ വരുന്നത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ഒരുപക്ഷെ കടന്നു പോകാം. അങ്ങനെ നമ്മളൊക്കെ കടന്നു പോകും. ഒരുപക്ഷെ അതേപോലെയുള്ള മാനസികമായ സംഘർഷങ്ങളിലൂടെ, മാനസികമായ വേദനയിലൂടെ ഞാൻ നിങ്ങൾ കടന്നു പോകാം. അവിടെ യേശു സ്നേഹപൂർവ്വം ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചതുപോലെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മളോട് ആരും നല്ല വാക്ക് യേശു പറഞ്ഞല്ലോ പറയുകയാണെങ്കിൽ, ഇന്ന് അതേ രീതിയിൽ തന്നെ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വരുമ്പോൾ ഈ ഹൃദയം കലകിരി നമ്മൾ കാണുമ്പോൾ അവരോടൊരു നല്ല വാക്ക് പറയാൻ നമുക്ക് കഴിഞ്ഞാലും അതൊരാശ്വാസം. ആരെ കുറ്റപ്പെടുത്തരുത്. നമ്മൾ ഒരുവന്റെ വീഴ്ച കാണുമ്പോൾ, ഒരുവന്റെ പരാജയം കാണുമ്പോൾ, ഒരുവന്റെ സങ്കടം വരും, ദുഃഖം വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തരുത്. അല്ലേ? അതൊരു ശാശ്വതമായ ഒരു തീരുമാനമല്ല, ഒരു അനുഭവമല്ല. യേശു പോലും ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്നു. അല്ലേ? ആമേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അല്ലെ യേശു എന്താ പറഞ്ഞത്? അല്ലെ സ്തോത്രം. അല്ലെ പുതിയ നിയമത്തിലെ അല്ലെ ആമേ ഗഹനമായ ഒരു അധ്യായമാണ് നമ്മൾ വായിച്ചു വന്നത്. അല്ലേ? യേശു പറയുകയാണ്, അല്ലേ, ആമേ, പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളൂ. അത് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. ശിഷ്യന്മാരോർത്തു, യേശുവിനെ ഞങ്ങളെ വിട്ടു പോയാൽ ഞങ്ങളുടെ സ്ഥിതി എന്താവും? ഞങ്ങൾ പടവും വരയൊക്കെ വിട്ടിട്ട് ഇവനെ അനുഗമിച്ചതാണ്. ഇവൻ ഞങ്ങളെ വിട്ടു പോകും എന്നൊക്കെ പറയുക. ഇവൻ ഞങ്ങളെ വിട്ടു പോയി ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും എന്നൊക്കെയുള്ള മാനസികമായ തകർച്ചയായിരിക്കും. പക്ഷെ യേശു പറയുക, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. നമുക്കൊരു ആശ്വാസമല്ലേ അത്? നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. അങ്ങനെയൊക്കെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയനെ, നമുക്ക് വാസസ്ഥലം ഒരുക്കാൻ പോയ കർത്താവ് നമ്മളെ ചേർക്കാൻ വരുമെന്നേ. നമ്മളെ ചേർക്കാൻ വരുമ്പോൾ നമ്മൾ നമ്മുടെ കർത്താവിനോട് ചേരും. പ്രിയരോ, അതിനിടയിലാണ് ഈ മനോവ്യസനം, വിഷാദ രോഗം, കലങ്ങിപ്പോകുക എന്നൊക്കെ പറയുന്ന ജഡത്തോട് നമ്മുടെ ആത്മാവോട് വ്യാപരിക്കുന്ന ഈ പോരാട്ടം കടന്നു വരുന്നത്. നമ്മൾ പറയുന്ന പോരാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാത്താനെ എന്നാ പറയുന്നത്. അല്ലേ? ഈ മനോവ്യസനം പോരാട്ടമാണ്, വിഷാദ പോരാട്ടമാണ്, ഹൃദയം കലങ്ങ് പോരാട്ടമാണ്, കുറ്റപ്പെടുത്തുന്ന പോരാട്ടമാണ്, നമ്മളൊരാൾ പരാജയപ്പെട്ട പോരാട്ടം, നമുക്കൊരു അപമാന വിഷയം കൊണ്ടൊരു പോരാട്ടമാണ് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തോടെ ഈ പോരാടുന്ന മുഴുവൻ. അതുകൊണ്ട് യേശു പറഞ്ഞത് എന്താ? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നിങ്ങൾ ആ എഫേസ്യ ലേഖനം 6:10 തൊട്ട് വായിക്കണം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ.
നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിന്റെ അധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാന്തസേനയോടും. അല്ലേ? ഈ 4 ശക്തികളും വ്യാപരിക്കുന്ന ഒരു മനുഷ്യനില്ല. അല്ലേ? നിങ്ങളുടെ പ്രതിയോഗിയായ, അല്ലെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ നോക്കിയിരിക്കുന്ന ഈ വ്യക്തിയിലേക്ക് ഈ 4 ശക്തികളോട് വ്യാപരിച്ചിട്ട് അവൻ നിങ്ങളുടെ അരികിലേക്ക് ഓടി വന്നിട്ട് നിങ്ങൾക്കെതിരെ പോരാടും. അവന്റെ വാക്ക് കേൾക്കും, നിങ്ങൾ മനോവിശ്രമപ്പെടും. അതിനകത്താണ് നീ വിശ്വാസം കൊണ്ട് ജയിക്കേണ്ടത്. Praise the Lord. അങ്ങനെയുള്ള കാര്യഘട്ടത്തിൽ നീ വിശ്വാസത്തെ ജയിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവി, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിനക്ക് ഇതേപോലെയുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നീ അവനെ കണ്ട് ഭയപ്പെടരുത്. സർവശക്തനായിരിക്കുന്ന ദൈവമുണ്ട്. സർവശക്തനായിരിക്കുന്ന ദൈവത്തെ നീ വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധി വരുത്തി സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റാൻ വന്ന യേശുവിനെ പോലും ഈ ലോകം കുറ്റപ്പെടുത്തിയില്ലേ? ഈ ലോകം അപമാനിച്ചില്ലേ? നമ്മുടെ യേശുവിനെ കള്ളനെന്നും കുലപാതകനെന്നും ബേൽസെബൂലുള്ളവന് ഭൂതമുണ്ട്, ചതിയനെന്നൊക്കെ നമ്മുടെ യേശുവിനെ വിളിച്ചില്ലേ? മനോവ്യസനം ഉണ്ടാകുന്ന വാക്കുകളല്ലേ യേശുവിനെ വിളിച്ചത്? അവനെ ഈ ജനം ക്രൂശിച്ചില്ലേ? ലേരിയ അവന്റെ മുഖത്ത് തൊപ്പിയില്ലേ? അവന്റെ മുഖത്ത് കന്നത്തടിച്ചില്ലേ? ഇതൊക്കെ യേശുവിനെ മനോവ്യസനം ഉണ്ടാകുന്നതാണ്. പക്ഷെ ഈ സാഹചര്യങ്ങളിലെല്ലാം യേശു മനോവ്യസനപ്പെട്ടതായിട്ട് എവിടെയെങ്കിലും നമ്മൾ കണ്ടോ? ഒരിക്കലും മനോവ്യസനപ്പെട്ട യേശു ഭാരപ്പെട്ടില്ല. തന്നെ നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ദുഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ കണ്ടിട്ട് യേശു പറഞ്ഞ, പിതാവി, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ നാം. അല്ലെ? നമുക്ക് നല്ല വാക്ക് പറഞ്ഞൊന്ന് പഠിക്കാൻ കഴിയണം. നല്ല വാക്ക്. എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ നല്ല വാക്ക് പറയാൻ അറിയാത്തത് ആത്മീയ രോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? ആത്മീയ ലോകത്ത് ഈ പുറത്തുള്ള മനുഷ്യരോട് സംസാരിച്ച നമ്മുടെ ഹൃദയവേദന, ദുഃഖങ്ങളുടെ നിലയിലൊക്കെ ഒരുപക്ഷെ നല്ല വാക്ക് പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതേസമയത്ത് നമ്മുടെ ചില ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥനയുടെ സഹായം കിട്ടും, നമുക്കൊരു കൈത്താങ്ങൽ കിട്ടും, നമുക്കൊരു ആശ്വാസം കിട്ടും. നമ്മുടെ സങ്കടങ്ങളെ ഒന്ന് കേൾക്കും, നമുക്ക് വേണ്ടി നമ്മളൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നൊക്കെ നമ്മുടെ ആ മനസ്സിന്റെ ആ മനോവ്യസനം ആരോടും പറഞ്ഞാൽ, അല്ലേ, അവര് നമ്മളെ ഒരുപക്ഷെ കളിയാക്കും, അപമാനിക്കും. അവർ 100 പേരോട് ആ നോട്ടീസ് അപ്പം തന്നെ അടിക്കും. അല്ലേ? അവർ നോട്ടീസ് അടിക്കും. അല്ലേ? അവർ ലോകം മുഴുവൻ അത് പരത്തും. നിങ്ങൾ അറിഞ്ഞോ? നീ അറിഞ്ഞോടി, അവളെക്കുറിച്ച് ഇന്നത് കേട്ടു, അവനെക്കുറിച്ച് ഇന്നത് കേട്ടു, അവന്റെ മകളെക്കുറിച്ച്, അവന്റെ മകനെക്കുറിച്ച് ഇങ്ങനെ കേട്ടു. നീ ഞാൻ നേരത്തെ അത് കേട്ടിരുന്നു, ഞാൻ മുമ്പ് അത് കേട്ടിരുന്നു, ഞാൻ പിന്നെ ആരോടും പറഞ്ഞില്ല, എന്നിട്ട് ഇവരുടെയും പറഞ്ഞു. ഇതൊക്കെ ശരിയല്ലേ സഹോദര സഹോദരി? ദൈവം നിന്നെ ന്യായം വിധിക്കും കേട്ടോ. ഒരുവന്റെ ജീവിതത്തിന്റെ രഹസ്യം നിന്നോട് പങ്കുവെക്കുമ്പോൾ, അവൻ മനോവ്യസനത്തോടു കൂടിയിരിക്കുന്ന ആ ഭാരം നിന്നോട് ഷെയർ ചെയ്യുമ്പോൾ, നീ അത് നോട്ടീസ് അടിച്ച് വരുത്തിയാൽ ഏറ്റവും വലിയ ശിക്ഷാവിധി നിനക്കാണ്. അത് ഏറ്റവും കൂടുതൽ ആത്മീയലോകത്ത് നിൽക്കുന്ന ദൈവമക്കൾക്കായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമ്മിന്റെ താഴെയില്ല. അല്ലേ? ഇതിനോട് നിങ്ങൾ എതിർത്ത് പറഞ്ഞാലും ഞാൻ അതിനെ അങ്ങനെ തന്നെ പറയും. കാരണം എനിക്ക് അനുഭവമാണെന്നേ. അല്ലേ? നമ്മൾ എത്രയോ ഭാരങ്ങൾ കടന്നു പോകുന്നവരുണ്ട്. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആരുടെയെങ്കിലും വിഷയം കേട്ട് കഴിഞ്ഞാൽ ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നില്ല. കാരണം ദൈവം നമ്മളെ ന്യായം വിധിക്കും. സഹോദരനെ മൂട എന്ന് വിളിച്ചാൽ പോലും അഗ്നിനരകത്തിന് യോഗ്യനാവും നമ്മുടെ കർത്താവ് പറഞ്ഞതുകൊണ്ട് പേടിക്കണം. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം വേണ്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയും, എന്നിൽ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അല്ലേലൂയ. അത് നിങ്ങളുടെ മനോവ്യസനങ്ങൾ മാറ്റം തരാൻ കഴിയുന്നവൻ യേശു കർത്താവാണ്. നിങ്ങളുടെ മനോവ്യസനങ്ങൾക്ക് മാറ്റം തരാൻ കഴിയുന്നവൻ കർത്താവാണ്. അല്ലേ? അപ്പം കർത്താവിന്റെ വാഗ്ദത്ത വചനങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ ഏറ്റുപറയുമ്പോൾ ഹൃദയത്തിലെ വ്യസനം നിങ്ങളെ വിട്ടുപോകും. അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഹന്നെ നമുക്കറിയാം. പഴയ നിയമത്തിൽ എൽക്കാനയുടെ ഭാര്യയായിരുന്ന ഹന്നെ നമുക്കറിയാം. അവൾക്കൊരു പ്രതിയോഗിയുണ്ട് ഹന്നയ്ക്ക്. അവളുടെ പേര് പെനീന. അല്ലേ? അവൾക്ക് മക്കളുണ്ട്. അല്ലേ? എന്നാൽ ഹന്നയ്ക്ക് മക്കളില്ല. അവൾക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഈ പ്രതിയോഗി എന്ത് ചെയ്തു? ഹാനുദീനം ഈ ഹന്നെ വേദനിപ്പിക്കുക. അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു എന്നാണ്. അവളുടെ പ്രാർത്ഥനകളുടെ ചുണ്ടനകന്ന് കണ്ട് ഏലി പുരോഹിതൻ പോലും പറഞ്ഞു ഇവൾക്ക് ലഹരി പിടിച്ചെന്ന്. അല്ലേ? അപ്പൊ അവള് പറഞ്ഞത്, യജമാനെ, ഞാൻ ലഹരി പിടിച്ചിട്ടൊന്നും അല്ല, എന്റെ മനോവ്യസനം ഞാൻ എന്റെ കർത്താവിനോട് പറയാം. ആ മനോവ്യസനത്തിന്റെ നടുവിലാണ്, അവളുടെ പ്രാർത്ഥനയുടെ നടുവിലാണ് യഹോവ അവളെ ഓർത്തതും അവൾക്കൊരു പുരുഷ സന്താനത്തെ ദൈവം കൊടുത്തതും. കണ്ടോ?
ഒരു നല്ല വാക്ക് പറയാൻ മനുഷ്യന് കഴിയില്ലെന്നേ. അല്ലേറിയ അതാണ് ഇപ്പൊ എലിപ്പുരുവിന് പോലും കഴിയാതെ വന്നെങ്കിൽ നമ്മുടെ കർത്താവ് നല്ല ആമേൻ, നല്ല നല്ല ശബരിക്കാരനാണ്. അല്ലെ, നല്ല ശബരിക്കാരന്റെ കഥ എടുത്താലും തന്നെയല്ലേ. പുരോഹിതൻ കടന്നുപോയി, ലേവ്യനും കടന്നുപോയി. അർത്ഥപ്രാണായ മനുഷ്യൻ വഴിയിൽ കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെട്ട് മുറിവേറ്റ് കിടക്കുകയാണ്. പക്ഷെ നല്ല ശബരിക്കാൻ ആ വഴി വന്നപ്പോൾ അവൻ വണ്ടിയിൽ നിറങ്ങി. അവൻ നല്ല ശബരിക്കാരൻ്റെ ഇല്ല എണ്ണ വീഞ്ഞും അവന്റെ ശരീരത്തിൽ പുരട്ടി അവന്റെ മുറിവുകൾ കെട്ടി അവനെ വണ്ടിയിൽ കയറ്റി വഴിയമ്പലത്തേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തെന്നാണ്. അപ്പൊ നല്ല വാക്ക്, നമ്മളെപ്പോഴും നല്ല വാക്ക് ഉച്ചരിക്കണം. പ്രൈസറോ, അത് നിങ്ങൾ ഭാര്യയോടായിരുന്നാലും നിങ്ങളുടെ മക്കളോടായിരുന്നാലും അമ്മായിയമ്മയോടായിരുന്നാലും മരുമോളോടായിരുന്നാലും അമ്മായിയപ്പൻ്റെ സഹവിശ്വാസികളോടായിരുന്നാലും നിങ്ങളുടെ ഇടയനോടായിരുന്നാലും നിങ്ങൾ നല്ല വാക്കേ സംസാരിക്കാവൂ. അല്ലേരിയ എല്ലാം വിളിച്ചു പറഞ്ഞ് മറ്റു മനുഷ്യനെ വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തി ദുഃഖിച്ച് അവരെക്കുറിച്ച് അപവാദം പറഞ്ഞ് നോട്ടീസ് അടിച്ച് നിങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തൊരു മനുഷ്യനെ വേദനപ്പെടുത്തി ആ മനുഷ്യനെ മനോവ്യസനത്തിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ പോയിരുന്ന എന്ത് ആമെ കുരുങ്ങി പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനമില്ല. എന്ത് മറുപാട് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല. എന്നിട്ട് ഒറ്റ പ്രാർത്ഥന, കർത്താവേ എന്റെ സംസാരത്തിൽ, ഓട്ടത്തിൽ, ചിന്തയിലെ, പ്രവൃത്തിയിലെ, കൊടുക്കൽ, വാങ്ങുന്നതിൽ, ഉണത്, ജീവിതത്തിൽ, ശരീര ജഡത്തിൽ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞ് എന്നോട് ക്ഷമിക്കണേ. ഒരു മനുഷ്യൻ മനസ്സിലിഞ്ഞ് അപ്പുറത്തിരിക്കുക. അപ്പോഴാണ് നിന്റെ ഈ പ്രാർത്ഥന. ദൈവം കേൾക്കത്തില്ല സഹോദരൻ. ആരെയും നീ മനോവ്യസനപ്പെടുത്തരുത്. എല്ലാവരും നല്ല വാക്കുച്ചിരിക്കണം. പ്രൈസറോ, അല്ലേ? ഇങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങൾ കാണിച്ചാൽ എന്തായാലും നമ്മൾ വീടുകളൊക്കെ കയറി ഇറങ്ങി സന്ദർശിക്കും, ഓരോരുത്തരും വിഷയങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. അല്ലേലിയ. അതുകൊണ്ട് നീ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ, ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ അവിടെ സുവിശേഷം മാത്രമേ പറയാവുള്ളൂ. എന്നെ കേൾക്കുന്ന ദാസന്മാരോട് പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ, ഒരു വീട് വിസിറ്റിങ്ങിൽ ചെന്നാൽ നിങ്ങൾ സുവിശേഷം മാത്രമേ പറയാവുള്ളൂ. യേശുവിനെ കുറിച്ച് മാത്രമേ പറയാവുള്ളൂ. പത്രക്കഥകളും മാസികയിലെ കഥകളും യൂട്യൂബിലെ കഥകളും വാട്സപ്പിലെ കഥകളും ഫേസ്ബുക്കിലെ കഥകളും ഇൻസ്റ്റാഗ്രാമിലെ കഥകളും അടുത്ത സഭയിലെ കഥകളും പാസ്റ്റർ കഥകളും വിശ്വാസത്തിലെ കഥകളും ഒന്നും പറഞ്ഞ് നീ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യരുത്. നിന്റെ ജീവിതം തകരും. നീ ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ യേശുവിന്റെ സ്നേഹം പറയണം. യേശുവിന്റെ സ്നേഹം, യേശുക്രിസ്തുവിന്റെ കരുതൽ പറയണം. അവിടെയാണ് സുവിശേഷത്തിന്റെ സ്വാധീനം വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ സുവിശേഷ ശക്തി വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ വചനം കേൾക്കുമ്പോൾ മനോവ്യസന ഹേതുവായി മനസ്സിരിഞ്ഞിരിക്കുന്ന സകലരോട് ഞാൻ പറയട്ടെ, ആമേൻ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് വരാൻ സമയമായി. നമ്മുടെ മനോവ്യസനങ്ങളെല്ലാം, വിഷാദരോഗങ്ങളെല്ലാം മാറാൻ സമയമായി. നാം നമ്മുടെ നിത്യമായ ഭവനത്തിലേക്ക് എത്താൻ സമയം ആമേൻ അധികമില്ല കേട്ടോ. രക്തം ചെയ്യാം. ഞാൻ കയ്യിലൊരു സ്തോത്രം കഴിഞ്ഞ നാൾ വളരെ ഭാരപ്പെട്ട സമയമുണ്ട് കേട്ടോ, വളരെ ഭാരപ്പെട്ട സമയമുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളവരുടെ ഞാൻ എന്തെങ്കിലും ഒരു പ്രാർത്ഥന വിഷയം പറയുള്ളൂ. വളരെ വിശ്വാസമുള്ളത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നുള്ളവരോടൊക്കെ മാത്രമേ ഞാൻ എൻ്റെ സങ്കടം പറയുള്ളൂ, എല്ലാത്തോടും പറയത്തില്ല. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ആ സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അവരുമായിട്ട് ഷെയറുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ അവരെന്നെക്കുറിച്ച് ദോഷമായിട്ട് സംസാരിച്ചു. അല്ലേരിയ ഞാൻ പാസ്റ്റർക്ക് അത് വന്നില്ലേ കുഴപ്പമുള്ളെന്ന്. അല്ലേരിയ സ്തോത്രം. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസി പറയുന്നത് കേൾക്കണമെന്ന്. വിശ്വാസി പറയുന്നത് പാസ്റ്റർ കേട്ട് വിശ്വാസി പറയുന്നത് കേട്ട് പാസ്റ്റർ പോയില്ലെങ്കിൽ പാസ്റ്റർക്ക് അടി ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ വിശ്വാസി എന്തെങ്കിലും പറഞ്ഞു കൂട്ടും. ഞാൻ ഞാൻ വലിയ പിടിച്ചു പറിച്ച് മോട്ടിച്ചോ വിചാരം ചെയ്ത കാര്യമൊന്നും അല്ല പറഞ്ഞത്. എന്റെ മാനസികമായിട്ടുള്ള ചില വിഷയങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ അവരെ പാസ്റ്റർക്ക് അത് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ കേട്ടില്ല. എന്ന് പറഞ്ഞാൽ പശു പറയുന്നിടത്ത് കൂട് വെക്കണമെന്ന് ഇന്നത്തെ ദൈവസഭയുടെ നിയമം. പശു പറയുന്നിടത്ത് കൂട് വെക്കുക. ഉടയം പറയുന്നിടത്ത് കൂട് വെച്ചാൽ പോലെ പശു പറയുന്നിടത്ത് കൂട് വെക്കണം. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവസഭ എത്തിയെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ പറയുന്നിടത്ത് പാസ നിൽക്കണം. ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ 3 വർഷം ഇവിടെ ഇരുത്തത്തിൽ നിന്നെ ഞങ്ങൾ പൊക്കം വിടും. അല്ലെങ്കിൽ 1 വർഷം പോലും നിന്നെ ഞങ്ങളിവിടെ മുറ്റിക്കത്തിൽ നിന്നെ ഞങ്ങൾ പൊക്കം വിടും. പിന്നെ കൂട്ടായി, ആലോചനയായി, കമ്മിറ്റിയായി, പ്രസിഡന്റായി, പിന്നെ നേതൃത്വത്തെ വിളി തുടങ്ങി. മാറ്റിത്തരണം, ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ പറയുന്നതോട് ഇയാൾ പോകത്തില്ല എന്ന് പറയുന്നത്. നീ പറയുന്നൊരു പോകാൻ്റെ ഇടയായിട്ട് കർത്താവിന്റെ സഭയിലാക്കി വെച്ചിരിക്കുന്നു. പാസ് പറയുന്നിടത്ത് കേട്ട് മര്യാദയ്ക്ക് നീ ഇരുന്നോണം. ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ശാപം വരും. എന്റെ ആവശ്യത്തിന് തുടരുന്ന ദൈവത്തിന്റെ വചനമാണ്. ദൈവം അയച്ച് നിന്റെ സഭയിലാക്കി വെച്ചിരിക്കുന്ന ആവശ്യത്തിന് നേരെ നീ വിരോധമായി നീ കൽപ്പിച്ചാൽ അത് നിനക്ക് നിന്റെ മക്കൾക്ക് ശാപമായി മാറും. നീ എന്ത് പ്രാർത്ഥിച്ചാലും പ്രയോജനമില്ല. ഞാനത് നിർത്തുക. എൻ്റെ ഒരു സ്തോത്രം. ഇപ്പൊ നമ്മൾ ചിന്തിച്ച ഭാഗത്തേക്ക് വരാം. അപ്പൊ മനോവ്യസനം ഹേതുവായി
മനുഷ്യന്റെ മനസ്സിടിയുന്നു. അതെല്ലാ കാലത്തും ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുള്ളവരോട് മാത്രം, അത്രമേ കഠിനമായ വിശ്വാസമുള്ളവരോട് മാത്രമേ നിങ്ങളുടെ വിഷയങ്ങൾ പുറത്താരും പറയാതെ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളവരോട് മാത്രം നിങ്ങൾ വിഷയം പറയാവൂ, അല്ലാതെ നിങ്ങൾ പറയരുത്. സ്തോത്രം. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത്, വ്യസനങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുവാനായി ആദ്യം തന്നെ അവയെല്ലാം ദൈവത്തെങ്കിലേക്ക് ഏൽപ്പിക്കണം. വ്യസനം നിങ്ങൾ നീങ്ങിപ്പോകാൻ വേണ്ടി ആദ്യം തന്നെ അവയെല്ലാം കർത്താവിനെ ഏൽപ്പിക്കണം. അന്ന കർത്താവിനെ ഏൽപ്പിച്ചതുപോലെ. ഹല്ലേലൂയ. രണ്ടാമതായി വിഷാദങ്ങളും ഭാരങ്ങളും അവന്റെ മേലെ ഏൽപ്പിക്കണം. രണ്ടാമതായിട്ട് നിങ്ങളുടെ വിഷാദങ്ങളും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളും എല്ലാം നിങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏൽപ്പിക്കണം. ഇതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന 4 സത്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന 4 സത്യങ്ങൾ. ഹല്ലേലൂയ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിൽ ഹല്ലേലൂയ നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിൽ വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ഹല്ലേലൂയ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം ഹല്ലേലൂയ ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ഹല്ലേലൂയ നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അപ്പം മനോവ്യസനത്തോടു കൂടി ഇരിക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയണം. ലോകത്തിലുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് ഞാനീ പറഞ്ഞേ. ഹല്ലേലൂയ. ലോകത്തിലുള്ളവർ നമ്മുടെ വീഴ്ച നോക്കിയിരിക്കുക. പക്ഷെ കർത്താവിനോട് വീഴ്ച നോക്കുന്നത് നമ്മൾ മനോവ്യസനമില്ലാത്തവനായിരിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ? നമ്മൾ കർത്താവിനോട് പറയണം. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 7-ാം വാക്യം. ഇതൊക്കെ നമുക്ക് സുപരിചിതമായ ഭാഗമാണ്. 1 പത്രോസിന്റെ 5-ാം അധ്യായം 7-ാം വാക്യം എന്ന് പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളി. രണ്ടാമത്തെ കാര്യം, കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവന്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു മനോവ്യസനം ഉണ്ടായി. തന്റെ വാർദ്ധക്യത്തിൽ തനിക്കുണ്ടായ തന്റെ ഏകജാതനായിരിക്കുന്ന മകൻ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ദൈവം പെട്ടെന്ന് അബ്രഹാമിനോട് കൽപ്പിച്ചപ്പോൾ അല്ലേ, അബ്രഹാമിന് ഒരു വലിയ മനോവ്യസനം നേരിട്ട് കാണും അല്ലേ. പക്ഷെ തൻ്റെ ഉള്ളിൽ ആ മനോവ്യസനം ഉണ്ടെങ്കിലും താൻ ആരോടും പറയാതെ, തൻ്റെ ഭാര്യയോടോ സാറയോടോ തൻ്റെ വീട്ടിലുള്ളവരോടോ ഒന്നും പറയാതെ ദൈവം പറഞ്ഞ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ മകനെ യാഗം കഴിക്കാൻ മോറിവിലേക്ക് പോവുകയാണ്. ആ മകനെ യാഗപീഠം ഒരുക്കി യാഗപീഠത്തിൽ കിടത്തി കത്തിയെടുത്ത് വെട്ടുവാൻ ഒഴുങ്ങുമ്പോൾ സ്വർഗം സംസാരിച്ചു, അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. അബ്രഹാം പിന്നോട്ട് നോക്കി ആട്ടുകൊറ്റൻ കൊമ്പ് കൂടി കിടക്കുന്നതാക്കണ്ടേ, അതിനടുത്ത് യാഗം കഴിച്ചു. അപ്പൊ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകെ. അപ്പം അബ്രഹാമിന് വേണ്ടി ഒരു കരുതിയ ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി കരുതും കേട്ടോ. അതുകൊണ്ട് നീ തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകരം നീ കേൾക്കുന്ന മാതാപിതാ, നീ തകർന്ന് ധരിപ്പണമാണോ? നീ സങ്കടപ്പെട്ടിരിക്കുകയാണോ? ദുഃഖിച്ചിരിക്കുകയാണോ? നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഭാരങ്ങൾ അറിയുന്നവൻ, നിന്റെ സങ്കടങ്ങൾ അറിയുന്നവൻ, നിന്റെ ദുഃഖങ്ങൾ അറിയുന്ന ഒരുവനുണ്ട്. അവൻ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ നീ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ ജീവനുള്ള ദൈവമാണ്. ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. ആത്മാവും ജീവനുമായിരിക്കുന്ന അവൻ ദൈവം നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും ശക്തിപ്പെടുത്തുന്നവനാണ്. നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും ശക്തിപ്പെടുത്തുവാൻ ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ ചിന്തിക്കണം. വ്യസനം വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ഈ കുടുംബത്തിനകത്ത് വളരെ ഇടുക്കങ്ങൾ കടന്നു വരുമ്പോൾ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. പത്രോസിന്റെ പടക് നിറച്ചു കൊടുത്തൊരു ദൈവമാകുമ്പോ, പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷേ കർത്താവ് പറഞ്ഞ് ആഴത്തിലേക്ക് വല വീശു പത്രോസേ.
പത്രോസ് ആ വാക്ക് കേട്ട് വല വീശി കഴിഞ്ഞപ്പോൾ തലേ രാത്രിയിൽ വല വീശി ഒന്നും കിട്ടാതെ പടക് ശൂന്യമായി കരയ്ക്ക് വന്ന് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മനോവസരത്തോടെ ഇരിക്കുന്ന പത്രോസ് എങ്ങനെ വീട്ടിൽ ചെല്ലും? ഭാര്യയോടും മക്കളോടും എന്തു പറയുന്നു? ഒന്നും കിട്ടിയില്ലല്ലോ. അത് പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. മനോവസരത്തോടുള്ള വാക്ക് അത് നമ്മുടെ കർത്താവ് ഏറ്റെടുത്തില്ലേ? നമ്മുടെ കർത്താവ് ആ വാക്ക് ഏറ്റെടുത്തിട്ട് നീ ആഴത്തിലേക്ക് വല വീശ്. അല്ലേ? അങ്ങനെ പത്രോസ് ആഴത്തിലേക്ക് വല വീശി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പെരുത്ത മീൻകൂട്ടം മലരിയ പത്രോസിന്റെ പടകിൽ കൊള്ളാഞ്ഞിട്ട് എന്ത് ചെയ്തു? അടുത്ത ചെറുപടങ്ങളെ കൂടെ വിളിച്ച് നാട്ടകം നിറച്ചു വന്നില്ലേ? അതെ, അവൻ നിങ്ങൾക്കായി കരുന്നതല്ലേ. ഇന്ന് പകൽ ഈ രാവിലെ സമയത്ത് ആരെങ്കിലും മനസ്സ് തകർന്ന് മനസ്സിടിഞ്ഞ് മനോവസരത്തോടെ ജീവിതത്തിൽ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത് നിന്റെ ജീവിതത്തിന്റെ അകത്തെ മനോവസരത്തെ മാറ്റി പത്രോസിന്റെ പടക് നിറച്ച ദൈവം, അബ്രഹാമിന് വേണ്ടി ഒരു കോലാടിനെ കരുതിയ ദൈവം നിനക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ നിനക്കെതിരെ പലവിധമായ വാർത്തകളുമായിട്ട് വന്ന് നിന്നെ മനോവ്യസനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെ നീ വിശ്വാസം കൊണ്ട് പോരാടി ജയിക്കണം. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശു നിന്റെ സ്വന്തമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ യേശു എന്റെ സ്വന്തമാണെന്നാണ് പറയുന്നത്. നീ അങ്ങനെ പറഞ്ഞു പഠിക്കണം. യേശു നിന്റെ സ്വന്തമാണെന്ന് പറയണം. യേശു നിന്റെ സ്വന്തമാണെന്ന് പറയാൻ പിശാച് നിന്നെ വിട്ട് ഓടിപ്പോകുമെന്ന് അല്ലേ? കാരണം നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ആരെ? യേശുവിനെ. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണമെന്ന് പറയുന്നത്. കാരണം നമ്മുടെ സ്വന്തമായിട്ട് ഒരാൾ വന്നു. ഇന്നലെ വരെ നമുക്ക് സ്വന്തക്കാരായിട്ട് നാട്ടിലുണ്ടായിരുന്നത്. ഞാൻ ചിന്തിക്കുന്ന എന്റെ 36 വർഷം എന്റെ സ്വന്തവും ബന്ധുവിലെ ഈ നാട്ടുകാരായിരുന്നു, അല്ലേരിയ എന്റെ വീട്ടുകാരായിരുന്നു. എന്നാൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചപ്പോൾ എനിക്ക് മറ്റൊരു സ്വന്തം ഉണ്ടായി. അപ്പൊ യേശു ക്രിസ്തു എന്റെ സ്വന്തമായി മാറി. അപ്പൊ യേശു ക്രിസ്തു എന്റെ സ്വന്തമായി മാറിയപ്പോൾ ഹല്ലേലൂയ, എന്റെ മനോവ്യസനങ്ങളെല്ലാം മാറുവാൻ തുടങ്ങി. എന്റെ മനോവ്യസനങ്ങളെ മാറ്റി, എന്റെ വിഷാദത്തെ മാറ്റി, എന്റെ കലങ്ങിയ ഹൃദയത്തെ മാറ്റി. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി കരുതും. യേശു പറഞ്ഞ് ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. അതേ സഹോദര സഹോദരി, നിന്നെ ഒരു കാലത്തും അനാഥനായി ദൈവം വിടുകയില്ല. ലോകം നിന്റെ തകർച്ച കാണാൻ നോക്കിയിരിക്കുക. ലോകം നിന്റെ അധംപതനം കാണാൻ നോക്കിയിരിക്കുക. നീ എവിടെ വീഴുന്നു എന്ന് നോക്കി നിന്നെ സൂക്ഷ്മ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവിടെയാണ് കർത്താവിൽ വീഴാതെ വണ്ണം കാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് യൂദയുടെ ലേഖന 24 വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. വീഴാതെ വണ്ണം നമ്മെ താങ്ങി നിർത്തുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പം ഒന്നിനെ കുറിച്ച് വിചാരപ്പെട്ട്, രണ്ടാമത് നമുക്കായി കരുന്നാകിയായി. മൂന്നാമത്തെ കാര്യമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമുക്ക് വളരെ പരിചിതമായ വചനം അതൊക്കെ. എന്താണ്? 55-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യത്തിൽ പറയുക, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളി. ഹല്ലേലൂയ. എന്താണ്? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളി, അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. ഇതിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളി, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുടുങ്ങിപ്പോകാൻ ഒരു നാളെ സമ്മതിക്കത്തില്ല. അപ്പൊ മനോവ്യസനം മാറാനുള്ള 3 പടികൾ. മൂന്നാമത്തെ പടിയാണ് നമ്മുടെ ഭാരം കർത്താവിന്റെ മേൽ വെക്കണം. ഇതൊക്കെ നമുക്ക് നല്ല പരിചയമായി വചനമൊക്കെ എപ്പോഴും നമ്മൾ പറയുന്നത്. എങ്കിലും പക്ഷെ നമ്മൾ അതിന്റെ ആ സത്ത് നമ്മൾ അനുഭവിക്കുന്നില്ലെന്ന് പറയാം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ മനോവ്യസനപ്പെട്ടു പോകാൻ. നിങ്ങൾ എത്രയോ പ്രാവശ്യം മനോവ്യസനപ്പെട്ടു പോയിട്ടുണ്ട്. നിനക്ക് നിന്റെ ഭർത്താവിനെ കുറിച്ച് നീ എത്ര കാലം മനോവ്യസനപ്പെട്ടിരിക്കുന്നു? കിട്ടുന്ന പൈസ മുഴുവൻ മദ്യഷാപ്പുകളിലും ചൂതാട്ടത്തിലും ചെലവഴിച്ച് നീ നിന്റെ ഭർത്താവിന്റെ ജീവിതം കണ്ട് മനോവ്യസനപ്പെട്ടിരിക്കുന്ന ഭാര്യ. ഹല്ലേലൂയ. മക്കളുടെ ജീവിതത്തിന്റെ മയക്കുമരുന്ന് ലഹരി ഉപയോഗം കണ്ട് മനോവ്യസനപ്പെടുന്ന അപ്പനും അമ്മമാർ. ഹല്ലേലൂയ. ആമെ അനുസരിക്കാത്ത മക്കളെ കുറിച്ച് മനോവ്യസനപ്പെട്ടിരിക്കുന്ന കുടുംബത്തിലെ മാതാപിതാക്കൾ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യമുണ്ട്. അതുകൊണ്ട് നീ മനോവ്യസനം എന്ന് പറയുന്നൊരു ഭാരമാണ്. മനോവ്യസനം എന്ന് പറയുന്നത് ഒരു ഭാരമാണ്. ഈ ഭാരത്തെയും വിശ്വാസം കൊണ്ട് പോരാടി ജയിക്കണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, സഹോദര, നിനക്ക് എടുക്കാൻ കഴിയുന്ന വെയിറ്റ് അതിനേക്കാൾ കൂടുതൽ നീ എടുത്താൽ നീ വീഴും. നിങ്ങളൊരു 50 കിലോ ഉണ്ടെങ്കിൽ സാധാരണ നിങ്ങൾക്കൊരു 100 കിലോ വെയിറ്റ് എടുക്കാം. 100 കിലോ വെയിറ്റ് എടുക്കാം. 50 കൂടെ കൂട്ടി നമുക്ക് എടുക്കാം. പക്ഷെ അതിന് 100 ഗ്രാമെങ്കിലും അതിൽ കൂടി പോയാൽ നിങ്ങൾ താഴെ വീഴും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വഹിക്കാവുന്ന, നിങ്ങൾക്ക് ചുമക്കാവുന്ന ഭാരം മാത്രമേ ദൈവം നമുക്ക് തരുള്ളൂ. നമുക്ക് ചുമക്കാൻ കഴിയാത്ത ഭാരം, അല്ലേ, അത് മനോവ്യസനമാണ്.
അല്ലെ? നമുക്ക് ചുമക്കാൻ കഴിയാത്ത വലിയ ഭാരം, നമ്മുടെ മനോവ്യസനം എന്ന് പറഞ്ഞ ഭാരത്തെ നമ്മൾ കർത്താവിന്റെ മേൽ വെച്ചു കൊള്ളണം. അല്ലേ? നമ്മുടെ ഭാരം മുഴുവൻ കർത്താവ് ഏറ്റെടുക്കും. അവൻ കാൽവരി ക്രൂശിൽ പച്ച തടി കൊണ്ട് നിർമ്മിച്ച് 85 കിലോയിലും വരുന്ന ആ ഭാരം കർത്താവ് നമുക്ക് വേണ്ടി ചുമന്നില്ലേ? അല്ലേ? നമുക്ക് വേണ്ടി ആ ക്രൂശ് ചുമന്നുകൊണ്ട് ഗെത്സമനെ തൊട്ട് ഗോൽഗോത്താ വരെ നമുക്ക് വേണ്ടി ആ ഭാരം ഈ ഒരു കുരിശ് ചുമന്ന് ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവ്. അല്ലേ? ആ കർത്താവ് പറയുന്നത് കേട്ടോ, നിന്റെ ഭാരം എവിടെ മേൽ വെച്ചു കൊടുക്കാൻ അവൻ നിന്നെ പുലർത്തും. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുക. കാരണം മാർത്തിയും മറിയും മനോവിസരത്തോടു കൂടി ഇരിക്കുക. അല്ലേലിയ. യേശു ക്രിസ്തു അവളോട് പറയാ, വിശ്വസിച്ച നീ യേശു ക്രിസ്തു അവളോട് പറയാ, നീ മരിച്ചാൽ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞാൽ, ലാസർ മരിച്ചു എന്ന് യേശു അറിഞ്ഞിട്ടും പിന്നെയും 2 ദിവസം കൂടെ പാർത്തിട്ട് പിന്നെയാണ് വരുന്നത്. അപ്പോൾ ലാസർ മരിച്ച് നാറ്റം വെച്ച് കല്ലറയ്ക്കകത്ത് ഒതുങ്ങി. ഇനി യാതൊരു പ്രതീക്ഷയില്ല. അപ്പോഴാണ് യേശു അമ്മ പറഞ്ഞ്, വിശ്വസിച്ച നീ ദൈവത്തിന് മഹത്വം. അപ്പൊ മാർത്തയുടെയും മറിയുടെയും മനോവശത്തോടു കൂടെയുള്ള ആ സാഹചര്യത്തെ കർത്താവ് ഏറ്റെടുത്ത് അവരുടെ മനോവ്യസനം മാറ്റിക്കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ മനോവ്യസനം മാറ്റാൻ യേശു ശക്തനാണ്. അല്ലേലിയ. അപ്പൊ 3-ാമത്തെ കാര്യം, അല്ലേലിയ, സ്തോത്രം, അല്ലേലിയ, നാം നീതിമാൻ കുടുങ്ങിപ്പോകാൻ വേണ്ടി നാളുകൾ. 4-ാമത്തെ കാര്യം എന്തുവാ? അത് യേശു ക്രിസ്തു തന്നെ പറഞ്ഞതാ. അല്ലെങ്കിൽ 4-ാമത്തെ കാര്യം, അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നൊരു വായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. മത്തായി 11-ാം അധ്യായം അല്ലെങ്കിൽ അതിൽ 28-ാമത്തെ വാക്യം, അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നൊരു വായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പൊ നമ്മൾ വളരെ കഠിനാധ്വാനം ചെയ്ത് ഭാരത്തോടെ മനോവ്യസനത്തോടെ ഇരിക്കുമ്പോൾ യേശു പറയും, നിങ്ങൾ എല്ലാവരും എന്റെ ഇരിക്കുമോ, ഞാൻ ആശ്വസിപ്പിക്കും. അപ്പൊ മനോവ്യസനത്തോടു കൂടി ഇരിക്കുന്ന വ്യക്തിക്ക് അതിനെ ജയിപ്പാൻ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. 2, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. 3, നമ്മുടെ ഭാരം നമ്മുടെ ഭാരം വെച്ചുകൊള്ളാം. 4, അധ്വാനിച്ച് ക്ഷണിച്ചിരിക്കും നമ്മൾ കർത്താവിലേക്ക് വരണം. അപ്പൊ ഈ 4 പട്ടികൾ കർത്താവ് നമുക്ക് തരുന്നതാണ്. അല്ലേ? അപ്പൊ നീ ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ ആ സാഹചര്യത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്നവരതെയോ. നിന്റെ പ്രാർത്ഥന മുറിക്കകത്തേക്ക് യേശു ഇറങ്ങി വരും. നിന്റെ ജീവിതത്തിലേക്ക് യേശു ഇറങ്ങി വരും. നീ തകരുവാൻ ഒരിക്കലും അവൻ സമ്മതിക്കുകയില്ല. രക്തം നിന്നെ വളർത്താൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നിന്നെ തകർക്കാൻ പിശാച് വരും. നീ മനോവ്യസനത്തോടു കൂടി ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നെ മുറിവേൽപ്പിക്കാൻ പിശാച് തന്ത്രങ്ങൾ വരുമ്പോൾ നിന്നെ അത് വിടുവിക്കുവാൻ യേശു കാണും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ തകർന്നു പോകരുത്. അപ്പൊ ഇവിടെ നിന്റെ മക്കളുടെ വിവാഹം നടത്തുവാനായി നീ ആഗ്രഹിച്ചു വെക്കുന്ന പണം നഷ്ടപ്പെട്ടാൽ, നിന്റെ മക്കളുടെ വിവാഹമൊക്കെ ആലോചിച്ച് സമയമാകുമ്പോൾ വരൻ മാറിപ്പോയി വിവാഹം വേണ്ട എന്ന് പറയുമ്പോൾ, ഒരു വീട് പണിയുവാൻ കഴിയില്ലാതെ വാടക വീട്ടിൽ താമസിച്ചെന്നും മനോവ്യസനം കടന്നു പോകുന്ന നീ ലേഡിയ, ജീവിതത്തിൽ ശാരീരികമായ ക്ഷീണത്താൽ രോഗത്താൽ മനോവ്യസനത്തോടു കൂടെ ആയിരിക്കുന്നവർ, പ്രത്യേക ഈ ക്യാൻസറൊക്കെ രോഗത്താൽ പിടിപെട്ട് വളരെ മനോവ്യസനത്തിൽ കഴിയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ പതറിപ്പോകരുത്. ഇവിടെയൊക്കെ നമ്മൾ ആ വിഷയത്തെ കർത്താവിനെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യും. അല്ലെങ്കിൽ അപ്പൊ ക്രിസ്തുവിന്റെ വാക്കുകളും വാക്തത്വങ്ങളും നമ്മുടെ സകല വ്യസനത്തെയും മാറ്റി നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ വാക്കുകൾ, കർത്താവ് യേശുക്രിസ്തുവിന്റെ വാക്തത്വങ്ങൾ നമ്മുടെ മനോവ്യസനത്തെ മാറ്റി നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, ഹല്ലേലൂയ. അപ്പം മനോവ്യസനത്വം, ഒരു പിതാവ് യേശുവിന്റെ അടുക്കൽ ഓടി വന്നപ്പോൾ, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 50-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശു അവരോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ഹല്ലേലൂയ. ഈ സംഭവം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, രാജഭൃത്യന്റെ മകന്റെ സൗഖ്യമാണ്. രാജഭൃത്യന്റെ മകനെ കുറിച്ച് ഹല്ലേലൂയ യേശുവിനോട് പറഞ്ഞു അവരെ സൗഖ്യമാക്കണമെന്ന്. ഹല്ലേലൂയ എന്ന് അപേക്ഷിച്ചു. യേശു തന്നോട്, ഹല്ലേലൂയ, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവരോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. രാജഭൃത്യൻ എന്താ? കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണം. അപ്പൊ യേശു ഒറ്റ വാക്ക, ഹല്ലേലൂയ, യേശു കൊണ്ട് പോയിക്കൊടുക്കാം, നിന്റെ മകൻ ജീവിച്ചിരിക്കും.
അപ്പൊ രാജഭൃത്യന്റെ മരിച്ചുപോയ മകൻ പിതാവിന്റെ മനോവികസനത്തെ യേശുവിന്റെ ഒറ്റ വാക്കുകൊണ്ട് അവൻ പോവുക അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. നമ്മുടെ ഇരിക്കലും ആരെങ്കിലും ഭാരമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ മുറിപ്പെടുത്തരുത്, അവരെ നമ്മൾ വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. യേശു പറഞ്ഞ പോലെ ആശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. യേശു പറഞ്ഞ പോലെ ആശ്വാസത്തിന്റെ വാക്കുകൾ, സ്വാതന്ത്ര്യത്തിന്റെ വാക്കുകൾ, സമാധാനത്തിന്റെ വാക്കുകൾ, സ്നേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞ് നമ്മളവരെ ആശ്വസിപ്പിക്കണം. എരിയുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിക്കുന്നതാകരുത് നമ്മുടെ സ്വഭാവം. മലേറിയ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരുടെയും സ്വഭാവം എരിയുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിച്ച് ആളി കത്തിക്കാൻ നോക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ആകരുത് കേട്ടോ. രാജഭൃത്തിനോട് യേശു മറ്റൊന്നും പറഞ്ഞില്ല. നീ പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ പോയി ജീവനോടുകൂടെ ആ മകനെ കണ്ടു. അത് ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. വായിച്ച വചനത്തിലേക്ക് വരുന്ന സദൃശവാക്യം 12-ാമത്തെ 25-ാം വാക്യമാണ്. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, ഇന്ന് പകൽ ആരെങ്കിലും മനോവസനത്തോടുകൂടി ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്ത് എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ നല്ല രാവിലെ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങളിലുള്ള എല്ലാ ജനതയും അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരം യൗവനത്തിലും വാർദ്ധക്യത്തിലും വൃത്തരും അസമയാചകർ, ഓർഫനേജ്, യുവതടവറയിലായിരിക്കുന്ന ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ല കുടിലോട്ട് കൊട്ടാരവരെ പാർക്കുന്ന ദ്വീപവാസികൾ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന എല്ലാ ഭരണ സംവിധാനങ്ങളും, എല്ലാ രാജ്യരാഷ്ട്രത്തലവന്മാരെ, എല്ലാ ജനത്തെയും, എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക, എല്ലാ മാധ്യമ, മീഡിയ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ അടക്കം എല്ലാ ഭരണദേശ പാർട്ടികളെയും കർത്താവിനെ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മനോവസനത്തോടെ കടന്നു പോകുന്ന ആയിരങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് കർത്താവി. അവരുടെ ഭാരങ്ങൾ, പ്രയാസം, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ വരികില് കർത്താവി, മനുഷ്യന്റെ വാക്കുകൾ പലപ്പോഴും മുറിപ്പെടുത്തുന്നു, വേദനിപ്പിക്കുന്നതാകുമ്പോൾ കർത്താവിയുടെ നല്ല വാക്ക് പറഞ്ഞതുപോലെ ആമേൻ, നീ പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു രാജഭൃത്തിനോട് പറഞ്ഞു നല്ല വാക്ക് പറയുവാൻ കർത്താവ് കുടുംബത്തിൽ മാതാവിനെ, പിതാവിനെയും, മരുമോളെ, അമ്മായിയമ്മേ, മക്കളെ, കൊച്ചുമക്കളെ, ആമേൻ, ഞങ്ങളുടെ സഭയിൽ ദൈവമക്കളും ദൈവദാസന്മാരും തമ്മിൽ നല്ല വാക്കുകൾ പറയുവാൻ കർത്താവ് ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കും. ജോലി സ്ഥലത്ത് ആമേൻ, കടന്നു പോകുന്ന എല്ലാ മേഖലയിലും ഒരുവന്റെ ദുഃഖങ്ങൾ കണ്ടിട്ട് നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന നല്ല ഹൃദയത്തിനുടമകളായി സകല ജനത്തെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും സങ്കടപ്പെടും, നിരാശപ്പെട്ടു പോകാതെ അവിടുത്തെ കരങ്ങൾ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകലത്തെ ദൈവനീതി വെളിപ്പെടണം യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.